ഞാൻ ബാലമുരളിയായിട്ട് സംഗീതം പഠിക്കാൻ പോയിട്ടുണ്ട്. ആ ക്ലാസ്സിന് അദ്ദേഹം എന്നെ എടുക്കാമെന്നും പറഞ്ഞു. അതേ സമയത്താണ് നമ്മുടെ ജയചന്ദ്രൻ അദ്ദേഹത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രാസില്. അങ്ങനെയാണ് ജയചന്ദ്രനെ പരിചയപ്പെടുന്നത്. ബാലമുരളി കൃഷ്ണന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യം ജയചന്ദ്രനെ കാണുന്നത്. ജയചന്ദ്രൻ ബാലമുരളിയായിട്ട് കുറച്ചു കാലം സംഗീതം പഠിച്ചിട്ടുണ്ട്. പലർക്കും അറിയാം. അങ്ങനെ നീണ്ടു കാലം പഠിച്ചിട്ടില്ല, പക്ഷെ കുറച്ചു കാലം ഒരു കൊല്ലത്തോളം പഠിച്ചിട്ടുണ്ടാവും മദ്രാസിൽ വന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ ബാലമുരളിയായിട്ട്, എന്നാൽ ബാലമുരളിയുടെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ബാലമുരളിയായിട്ട് എനിക്ക് നല്ല എന്താ പറയാ അടുപ്പം ഉണ്ടായിരുന്നു. ഇപ്പം സംഗീതത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വലിയൊരു സംഗീതത്തിന് കിട്ടുമായിരുന്നു. യേശുദാസൊക്കെ എവിടെ നിൽക്കുന്നത്? യേശുദാസൊക്കെ ആയിരുന്നു കോമ്പറ്റീഷൻ. അതുകൊണ്ട് എവിടെ എത്തില്ല, അതുകൊണ്ട് സംശയമില്ല. കാരണം യേശുദാസൊക്കെ ഗോഡ് ഗിവൻ ഗിഫ്റ്റ്. അങ്ങനെ വളരെ ബ്ലെസ്ഡ് സിംഗർ. എന്നാൽ ഭാസ്കർ മാഷ്ക്ക് വളരെ അടുപ്പുള്ള ഒരാൾ യേശുദാസിനെ സത്യം പറഞ്ഞാൽ ആദ്യകാലത്ത് യേശുദാസിനെ അഗസ്റ്റിൻ ഭാഗവതർ ഭാസ്കർ മാഷെ വന്ന് ഏൽപ്പിക്കുകയാണ്. എന്റെ മകന് അഗസ്റ്റിൻ ഭാഗവതർ യേശുദാസിന്റെ അച്ഛനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം ഒരു പാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ ഭാസ്കർ മാഷ് മൈലുകളോളം നടന്നിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ആത്മകഥയിൽ. അതേപോലെ പലരും അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് സമ്പാദ്യമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു. അപ്പൊ യേശുദാസിന് ആ വിധി വരരുതെന്ന് വെച്ചിട്ട് യേശുദാസ് അപ്പോഴും ഗാനഭൂഷണമൊക്കെ ചെയ്തു, പഠിച്ചിട്ട് നല്ലോണം പാടും. ഇവിടെ ഈ നമ്മുടെ യുവകലാ കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. എനിക്ക് തോന്നുന്നു യേശുദാസിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന അതേ കൊല്ലത്തിലാണ് ജയന്ദ്രനും കിട്ടുന്നത്. അതിനൊക്കെ ശേഷം അഗസ്റ്റിൻ ഭാഗവതരാണ് മറ്റേ ഭാസ്കരൻ മാസ്റ്റർക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ മൗണ്ട് റോഡിലെ അടുത്തുള്ള വീട്ടിൽ ഏൽപ്പിച്ചിട്ട് യേശുദാസ്, അന്ന് യേശുദാസ് വളരെ ചെറുപ്പമായിരിക്കും.